الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ألم تر أن الله يزجي سحابا ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عمن يشاء يكاد سنا برقه يذهب بالأبصار. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സ്വാലിഹീങ്ങളുടെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ വർഷകാലം ആരംഭിച്ചിരിക്കുകയാണ്. ഇനി അള്ളാഹുവിൻ്റെ റഹ്മത്ത് പെയ്തിറങ്ങുന്ന ഒരു സമയത്തും സന്ദർഭത്തിലുമാണ് നമ്മളൊക്കെ ഉള്ളത്. എന്നാൽ കുറച്ച് മുമ്പ് ഇതൊന്നും ആയിരുന്നില്ല സ്ഥിതി. നമ്മുടെ നാട്ടിലെ സ്ഥിതി വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു നമ്മളൊക്കെ. ചൂട് കൊണ്ട് പ്രയാസപ്പെട്ടവരാണ് നമ്മളൊക്കെ. വളരെ വലിയ രീതിയിൽ തന്നെ ചൂടിൻ്റെ ആ കാഠിന്യം നമ്മളെല്ലാവരും ഒരുപോലെ കേരളത്തിൽ മുഴുവൻ ആളുകളും അനുഭവിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ നിന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുതിയ ഒരു സമയത്തേക്ക് നമ്മുടെ ഈ സമയം മഴ നമുക്ക് എത്തിച്ചിരിക്കും. എന്തെല്ലാം പ്രയാസങ്ങൾ, 42 ഡിഗ്രി സെൽഷ്യസ് ചൂടും
അത് കാരണത്താൽ സൂര്യതാപം ഏൽക്കുന്ന അവസ്ഥകൾ ഉണ്ടായി. അതുപോലെ തന്നെ നമ്മൾ ചൂടുകൊണ്ട് പെരക്കകത്ത് ഇരിക്കാൻ കഴിയില്ല, അപ്പോൾ ഫാനിടും. പിന്നെ AC ഉള്ളവരാണെങ്കിൽ AC ഓണാക്കും. പക്ഷേ അതിലും ഒരു നിയന്ത്രണം വന്നാൽ മനുഷ്യൻ എന്തു ചെയ്യും? അങ്ങനെ ഒരു പവർ കട്ടും ഒക്കെ ഏർപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് വരികയായിരുന്നു. പക്ഷെ അതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ അനുഗ്രഹം നമുക്ക് വർഷിപ്പിച്ചുകൊണ്ട് ആ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ നമ്മളെ അനുഗ്രഹിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് അൽഹംദുലില്ലാ പറയാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അതേപോലെ മഴ പെയ്യുമ്പോഴൊക്കെ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ, അല്ലാഹുവേ ഈ മഴയെ ഞങ്ങൾക്ക് ഉപകാരമുള്ള മഴയാക്കി നീ നൽകണമേ എന്നുള്ള ആ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം മഴയില്ലെങ്കിൽ ഉള്ള അവസ്ഥ, മഴയില്ലെങ്കിൽ എന്താവും നമ്മുടെ അവസ്ഥ? മഴയില്ല, അത് കൃത്യമായ അളവിൽ ആ മഴ നമുക്ക് ആ സമയത്ത് നമുക്ക് ലഭിച്ചില്ല എങ്കിൽ, നമ്മുടെ ഈ കാലാവസ്ഥ, കേരളത്തിലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ആ മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്തില്ല എങ്കിലുള്ള ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താവും നമ്മുടെ അവസ്ഥ? നമ്മൾ ആകെ വെന്തുരുകി വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പം മഴ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ജീവൽ ഘടകമാണ് മഴയെന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ സൃഷ്ടാവിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവനാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ അവന്റെ സൃഷ്ടാവിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവൻ. ഇതെല്ലാം വരുമ്പോൾ, മഴ വരുമ്പോൾ അവന്റെ മുഖം മാറുകയാണ്. ഇത്ര തൊട്ടു മുമ്പ് വരെ അവൻ അനുഭവിച്ച പ്രയാസത്തിൽ നിന്നാണ് അവനൊരു മാറ്റം അല്ലാഹു നൽകിയത്. പക്ഷേ അവനൊരു മഴ വരുമ്പോൾ അവന് സഞ്ചരിക്കാൻ പറ്റുന്നില്ല, അവനൊന്നും പുറത്തോട്ട് പോകാൻ കഴിയുന്നില്ല, എല്ലാത്തിനും തടസ്സം. എന്നിട്ട് ചിലപ്പോൾ അത് ദുഷിപ്പിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് ഒക്കെ മനുഷ്യന്റെ വാക്കുകൾ മാറി വരുന്ന അവസ്ഥ, അതുമല്ലാത്ത ഒരു നന്ദികേട് തന്നെ. ഓരോരുത്തരുടെയും ഇതനുസരിച്ച് അള്ളാഹ്ക്ക് ചെയ്തു തരാൻ പറ്റുമോ? ഇപ്പൊ എനിക്ക് മഴ വേണം, ഇന്ന ആൾക്ക് മഴ വേണ്ട, അടുത്ത ആൾക്ക് മഴ വേണം, അടുത്ത ആൾക്ക് മഴ വേണ്ട, അങ്ങനെയാണോ? അള്ളാഹു ഒരു നിയമം വെച്ചിരിക്കുകയാണ്. ഓരോ സ്ഥലത്തോനും അനുയോജ്യമായ രീതിയിൽ അള്ളാഹു ഒരു നിയമം വെച്ചിരിക്കുകയാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള ഓരോ പ്രവർത്തനങ്ങളും. ഇവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതെല്ലാം അള്ളാഹു സംവിധാനിച്ച സംവിധാനങ്ങളാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ മഴ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ മാത്രമല്ല, മനുഷ്യരുടെ മാത്രമല്ല, എല്ലാ സർവ്വജീവജാലങ്ങൾക്കും അനുഗ്രഹമാണ് മഴ എന്ന് പറയുന്നത്. നമുക്ക് മാത്രമല്ല, എല്ലാ ജീവികൾക്കും മഴ ആവശ്യമാണ്. നമ്മളെന്താണ് മുകളിലേക്ക് പലവിധ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നതു? നമ്മൾ അങ്ങോട്ടേക്ക് ഓരോ കാര്യങ്ങൾ അയക്കുന്നു, മുകളിലേക്ക്, ചന്ദ്രനിലേക്ക്, ചൊവ്വയിലേക്ക് ഒക്കെ ഗവേഷണങ്ങൾ, പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ആ പരീക്ഷണങ്ങളുടെയൊക്കെ പിന്നിൽ? എന്താണ് അവൻ ശ്രദ്ധിക്കുന്നത്, നോക്കുന്നത്? അവിടെ എങ്ങാനും ജലത്തിന്റെ അംശമുണ്ടോ എന്ന്. അന്യഗ്രഹങ്ങളിൽ ജീവികളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. അത് അവിടെ
ജലത്തിൻ്റെ അംശങ്ങൾ ഉണ്ടോ എന്നാണ്, ജലകണങ്ങൾ അവിടെ ഉണ്ടോ എന്നാണ്. അത് പരിശോധിച്ചു കൊണ്ടേയിരിക്കുകയാണ് മനുഷ്യൻ ഇത്ര നാളുകളായി. പക്ഷെ അതിനെല്ലാം ഇണങ്ങിയ തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വസിക്കുന്ന ഭൂമിയെ നമുക്ക് എന്തായി തന്നത്, ഒരു സൗകര്യപ്പെടുത്തി തന്നു. എല്ലാ മഴയും മഴ അങ്ങ് പെയ്യിക്കലല്ലോ, അത് കുറച്ച് കഴിയുമ്പോൾ നിൽക്കും, അത് കുറച്ച് കഴിയുമ്പോൾ മാറി അത് ചൂടായി വരും, പിന്നീട് അങ്ങനെ അതിങ്ങനെ റൊട്ടേഷനാണ്, കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രകൃതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഭൂമിയെയും അതിലുള്ള സകല സംവിധാനങ്ങളെയും അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഴയെക്കുറിച്ച് ധാരാളം നമ്മൾ സംസാരിക്കാറുണ്ട്. മഴയെക്കുറിച്ച് അല്ലേ, നമ്മൾ സാധാരണക്കാർ വരെ തന്നെ പറയും, ഓ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, ഇന്നലെ തുള്ളിക്കൊരു കൂടം പേമാരിയായി എന്നൊക്കെ ഇങ്ങനെ ആളുകൾ പിന്നെ പറയാറുണ്ട്, സാധാരണ ആളുകൾ വരെ. എന്നാൽ കുറച്ചും കൂടി കഴിവുള്ള ആളുകളുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ, കവികളും സാഹിത്യകാരന്മാരും. അവരുടെ മഴയെക്കുറിച്ച് അതേപോലെ അവരുടെ സാഹിത്യങ്ങളിലും കവിതകളിലൂടെയും ഒക്കെ മഴയെക്കുറിച്ചുള്ള വർണ്ണനകൾ എത്രയോ മഹത്തരമാണ്. മഴയെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മളൊക്കെ പലതും സ്കൂളിലൊക്കെ മഴയെക്കുറിച്ചൊക്കെ കുറെ പാടിയിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും മഴയെക്കുറിച്ച്. എന്നാൽ അവിടെ അങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. ആ ഒരു വലിയ രീതിയിലുള്ള എഴുത്തും അതേപോലെ കവിതയുമൊക്കെ ആ രീതിയിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അതേപോലെ തന്നെ ശാസ്ത്രം മഴയെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് മഴ ലഭിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് ശാസ്ത്രം പറയുന്നുണ്ട്. നമുക്കറിയാം എങ്ങനെയാണ് മഴയുണ്ടാവുന്നത്, എങ്ങനെയാണ് മഴയുണ്ടാകുന്നത്. സൈക്ലോൺ അല്ലേ, ഈ ഭൂമിയിൽ നിന്ന് തന്നെയാണ്. അത് ഭൂമിയിലെ ജലാശയങ്ങളിൽ നിന്ന് ആ ജലം സൂര്യന്റെ താപമേറ്റ് നീരാവിയായി മുകളിലേക്ക് ഉയർന്ന് അത് പിന്നെ അതിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് നീരാവി ഘനീഭവിച്ച് മേഘങ്ങളായി അനുകൂല സാഹചര്യത്തിൽ വീണ്ടും ഘനീഭവിച്ച് വെള്ളമായി ഭൂമിയിലേക്ക് പെയ്യുന്ന പ്രക്രിയക്കാണ് മഴയെന്ന് പറയുന്നത്. ഇത് ശാസ്ത്രത്തിന്റെ വിശദീകരണമാണ്. ശരിയാണ്, തർക്കമില്ല. അങ്ങനെ തന്നെയാണ് സംവിധാനം, അങ്ങനെ തന്നെയാണ് അതിൻ്റെ പ്രവർത്തനം. അതിങ്ങനെ മുകളിൽ നിന്ന് വീഴുക, പിന്നെ ഇത് തന്നെ വീണ്ടും മുകളിലേക്ക് ഉയരുക, വീണ്ടും താഴേക്ക് പെയ്യുക, അങ്ങനെ ഇത് കറങ്ങിക്കൊണ്ട് സൈക്ലോൺ സിസ്റ്റം, മഴ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണ് സിസ്റ്റം. അപ്പൊ ശാസ്ത്രത്തിന്റെ ഓരോരോ വിശദീകരണങ്ങൾ, പക്ഷേ ആ വിശദീകരണങ്ങൾ കൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്. പക്ഷെ ഇതെങ്ങനെ നടക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഉത്തരം അവർക്ക് പറയാനില്ല. ആ ഉത്തരം പറയണമെങ്കിൽ കുറച്ച് ഒക്കെ ദൈവബോധം, വിശ്വാസം വേണം. കുറെയൊക്കെ ഇങ്ങനെ ഭൂമി കുലുക്കവും ഭൂകമ്പവും ഒക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഈ പ്രകൃതിയെ എല്ലാമായി കാണുന്ന ആളുകൾ, അവർ പറയുന്നത് പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോകാറുണ്ട്. അങ്ങനെ അത് പറഞ്ഞു പോവുകയാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ഇവിടുത്തെ ഓരോ സൂക്ഷ്മവും ഓരോ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ ശക്തമായ ഒരു ആളുടെ അല്ലെങ്കിൽ ശക്തമായ ഒരു ശക്തിയുടെ പ്രവർത്തനം ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള വസ്തുത, യാഥാർത്ഥ്യം നമ്മളൊക്കെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ പറയുന്നത്, ഇങ്ങനെ സാധാരണ മട്ടിൽ അങ്ങനെ പറഞ്ഞു പോകുന്നത്, അത് ഇങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ കഴിയൂ. യഥാർത്ഥത്തിൽ ഇതൊക്കെ അംഗീകരിക്കണമെങ്കിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്ത് എന്ന് പറയുന്ന മഹാഭാഗ്യം ഓരോരുത്തർക്കും ലഭിച്ചാൽ മാത്രമേ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അവരിങ്ങനെ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ വ്യത്യാസത്തിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആരാണ് ചിന്തിക്കുന്നവർ? അല്ലദീന യദ്കുറൂനല്ലാഹ്, അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ഖിയാമം നൃത്തത്തിലും വഖുഊദൻ ഇരുത്തത്തിലും വഅലാ ജുനൂബിഹിം കിടന്നുകൊണ്ടും വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അവർ ചിന്തിക്കും. വയതഫക്കറ ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ഈ ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നവരാണ്. എന്നിട്ട് അവർ പറയുന്നതോ വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അവർ പറയും റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖത ഹാദാ ബാതില, റബ്ബേ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. മാ ഖലഖത ഹാദാ ബാതില, വെള്ളത്തിനെ തന്നെ നമ്മൾ എടുത്തു, അതും മതി നമുക്ക് ദൈവവിശ്വാസത്തിന്, വേറെ ഒന്നും കരുതേണ്ടതില്ല. വേറെ എത്രയോ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മുമ്പിൽ കാണിച്ചു തരുന്നു. അതൊക്കെ മാറ്റിവെക്കൂ. ഈ വെള്ളത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അതിന്റെ പിന്നിലെ സൃഷ്ടാവിനെ കണ്ടെത്താൻ, പടച്ചവനെ കണ്ടെത്താൻ. അവർ പറയും റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖത ഹാദാ ബാതില, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നീ പരിശുദ്ധനാണ്, അതുകൊണ്ട് ഫഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് നീ രക്ഷിക്കണമേ, കാത്തുകൊള്ളണേ എന്ന് അവർ പറയും. ചിന്തിക്കുന്നവർ. അപ്പൊ ചിന്തിക്കുന്നവർക്കാണ് ഇതെല്ലാം ദൃഷ്ടാന്തമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ സംബന്ധിച്ച് കൃത്യമായിട്ട് ശാസ്ത്രം രൂപപ്പെടുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായിട്ട് മഴയെ രൂപപ്പെടുന്ന മഴയുടെ ആ രീതിയെ സംബന്ധിച്ച്, മഴ എന്ന പ്രതിഭാസത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള എത്രയോ ആയത്തുകളിലൂടെ, ഏതാണ്ട് 30ഓളം ആയത്തുകൾ മഴയുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോരോ രീതിയിൽ. ഞാൻ ഓതിവെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അലം തറ, നീ കണ്ടില്ലേ എന്നാ. നമ്മൾ കണ്ടില്ലേ, നീ കണ്ടില്ലേ, അന്നല്ലാഹ യുസ്ജി സഹാബൻ, അല്ലാഹു മേഘത്തെ തെളിച്ചു കൊണ്ടുവരുന്നത്. ഈ മേഘം വരുന്നത്, മേഘങ്ങൾ ഇങ്ങനെ രൂപപ്പെടുകയല്ലേ, അതിങ്ങനെ വരുന്ന അത് നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ദിവസം ഇങ്ങനെ കാണുന്നുണ്ട്. ആ സമയമൊക്കെ ആകുമ്പോൾ, മഴക്കാലമാകുമ്പോൾ പടിഞ്ഞാറ് പെട്ടെന്ന് കാർമേഘം പ്രത്യക്ഷപ്പെടുക, അതിങ്ങനെ സഞ്ചരിച്ചു വരിക, എന്നിട്ട് അത് നമുക്കും അല്ലെങ്കിൽ അടുത്ത പ്രദേശങ്ങളിലും ഒക്കെ അത് മഴയായി പെയ്തിറങ്ങുക. അലം തറ, നീ കണ്ടില്ലേ? അല്ലാഹ് ചോദിക്കുകയാണ് സഹോദരങ്ങളെ, നീ കണ്ടില്ലേ? അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു, എന്നിട്ട് അതിനെ സംയോജിപ്പിച്ചു. ഇങ്ങനെ കഷ്ണമായി വന്ന മേഘങ്ങളെ അല്ലാഹു കൂട്ടിയിണക്കി. എന്നിട്ടോ സുമ്മ യജ്അൽഹു റുകാമ, എന്നിട്ട് അതിനെ അട്ടിയാക്കി. അപ്പോൾ അതിനിടയിലൂടെ മഴ പുറത്തു വരുന്നതായി നിനക്ക് കാണാം. നമ്മളെ കൊണ്ട് നടക്കുമോ ഈ സംവിധാനം, ഇതിന്റെ പ്രവർത്തനം മനുഷ്യർക്ക് സാധിക്കുമോ? ഇങ്ങനെ കൃത്യമായ തോതിൽ, കൃത്യമായ അളവിൽ അതങ്ങനെ കൊണ്ടുവന്ന് പെയ്യിപ്പിക്കുന്നത്. ചിലപ്പോഴൊക്കെ അളവ് കൂടിപ്പോകാറുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം, എന്താണ് അത് കാരണം. പല സമൂഹങ്ങൾക്കുമൊക്കെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മഴ മറ്റൊരു മഴയാക്കി മാറ്റിയിട്ടുണ്ട്. ചുവപ്പ് മഴ പെയ്തിട്ടുണ്ട്, തീമഴ പെയ്യിപ്പിച്ചിട്ടുണ്ട്. അതും മഴയെന്നാ പറയും.
കല്ലുമഴ, ചരൽക്കല്ലുകൾ കൊണ്ട് അള്ളാഹു ഒരു സമൂഹത്തെ നശിപ്പിച്ചിട്ടുണ്ട്. ആകാശത്ത് നിന്നും മഴ പോലെ മഴയുടെ രൂപത്തിൽ ചരൽ കല്ലുകളെ കൊണ്ട് അള്ളാഹു പല സമൂഹങ്ങളെയും നശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തുന്നു. അപ്പൊ അങ്ങനെ രൂപപ്പെടും. ഇപ്പം നമ്മളൊക്കെ മേഘവിസ്ഫോടനം എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് അങ്ങ് പൊട്ടി ഒരു ഒഴിക്കുക. സാധാരണ മഴ എങ്ങനെയാണ്? അതും ഒരു ഷവർ സിസ്റ്റം അല്ലേ? ഷവർ സിസ്റ്റത്തിലാണ് മഴ. ഇങ്ങനെ നമ്മൾ ഇതിലൂടെ തുള്ളിയായിട്ടാണ് മഴ പെയ്തിറങ്ങുന്നത്. അത് ഒന്നിച്ചായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ സ്ഥിതി? ആലോചിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? മഴയുടെ ഈ എത്ര അനുകൂലമായ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ സംവിധാനിച്ചിരിക്കുന്നത്. ചരിഞ്ഞ പെയ്യുന്ന മഴ അല്ലെ, ചെറിയ ചാറ്റൽ മഴ, അങ്ങനെ പലതരത്തിലുള്ള മഴകൾ തന്നെ, പല രൂപത്തിലുള്ള മഴകൾ. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. വയുനസ്സിലു മിനസ് സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബർദ്, ആകാശത്ത് നിന്ന് അവിടെ മലകൾ പോലുള്ള മേഘകൂമ്പാരങ്ങളിൽ നിന്ന് അവൻ ആലിപ്പഴം ഇറക്കിയും. ആലിപ്പഴം, മേഘകൂമ്പാരങ്ങൾ. ചില സ്ഥലങ്ങളിലൊക്കെ ആലിപ്പഴം പെയ്തു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? എന്താ സഹോദരങ്ങളെ അതിൻ്റെയൊക്കെ പിന്നിലുള്ള അർത്ഥം? എന്താണ് ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ? നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ല, ആലിപ്പഴം രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നു. മേഘകൂമ്പാരങ്ങളിൽ നിന്ന് ആലിപ്പഴം ഇറക്കി തരുന്നു. എന്നിട്ട് ഫയുസീബു ബിഹി മൻ യശാ, താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് ബാധിപ്പിക്കുന്നു. ഇവിടെ മഴ പെയ്യണോ? അള്ളാഹു ഉദ്ദേശിക്കണം. അള്ളാഹു ഉദ്ദേശിച്ചാൽ നമുക്ക് മഴ, അല്ലെങ്കിലോ അടുത്ത സ്ഥലത്തേക്ക് അള്ളാഹു എവിടെയാണോ ഉദ്ദേശിച്ചത് അവിടെ ആ മഴ അവൻ പെയ്യിപ്പിക്കുന്നു. അതാ പറഞ്ഞത്, അവൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ആ മഴയെ അവൻ പെയ്തിറക്കുന്നു. വയസ്രിഫുഹു അമ്മൻ യശാ, നമുക്ക് മഴ കിട്ടിയില്ലേ? അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. വയസ്രിഫുഹു, താൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അത് തിരിച്ചു വിടുകയും ചെയ്യുന്നു. അല്ലാഹു ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ആ മഴയെ അവൻ തിരിച്ചു വിടുകയും ചെയ്യുന്നു. യകാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ, ആ കൂട്ടത്തിൽ നമുക്ക് മിന്നലൊക്കെ കാണാറില്ലേ? കണ്ണിനെ റാഞ്ചി കളയുന്ന മിന്നൽ, ആ പ്രകാശം, മിന്നൽ പ്രകാശം, ആ മിന്നൽ വെളിച്ചം. അല്ലാഹു പറയുകയാണ് യകാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ, ആ സമയത്ത് അതിന്റെ മിന്നൽ വെളിച്ചം കാഴ്ചകളെ റാഞ്ചിക്കളയുമാറാകുന്നു. മിന്നൽ കാണുമ്പോൾ നമ്മൾ ഓടി വരുന്നില്ലേ? വലിയ ആ മിന്നലിന്റെ പവർ കൊണ്ട് നമ്മൾ ഒരുപക്ഷെ ഓടി മറയും. നമുക്കൊരു എന്താണ്, ഒരു സിഗ്നൽ പോലെ വലിയൊരു അതിന്റെ മിന്നലിന്റെ ആ കട്ടി കൂടുമ്പോ മനസ്സിലാക്കാം ഇതൊരു വലിയ ഇടി നാദത്തിനുള്ള പുറപ്പാടാണ് എന്ന് അല്ലെ? നമ്മളെ കാഴ്ചകളെ പോലും റാഞ്ചിക്കളയുന്നു. നമ്മൾ ആകെ ഒരു അസ്വസ്ഥരാകുന്നു. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അപ്പൊ മഴയെക്കുറിച്ച് അത് നമ്മൾ മനസ്സിലാക്കി. ഇതുപോലെ ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു മഴയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഒരുപാട് ആയത്തുകൾ. അപ്പൊ അതൊരു കേവലമായ യാദൃച്ഛികമായ ഒരു സംഭവമല്ല. ഈ വീഴുന്നതൊക്കെ, ഈ പെയ്യുന്നതൊക്കെ അതൊരു യാദൃച്ഛികമായി കണക്കാക്കേണ്ടതില്ല. ഇനി കാലാവസ്ഥക്കാർ ചിലപ്പോൾ പറയുമല്ലോ നാളെ മഴ പെയ്യാൻ അവരും ഒരു സാധ്യത മാത്രമേ പറയുന്നുള്ളൂ. പലപ്പോഴും അത് ശരിയാവാറില്ല, കൂടുതലും തെറ്റാറേ ഉള്ളൂ. അവർക്കും കൃത്യമായി പറയാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ അദൃശ്യങ്ങളിൽ പെട്ടതാണ് മഴ എന്ന് പറയുന്നത്. സൂറത്തു ലുഖ്മാനിലെ അവസാനത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്ന 5 രഹസ്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയുന്ന 5 കാര്യങ്ങൾ. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, ഒന്ന് അന്ത്യനാളിനെ സംബന്ധിച്ചുള്ള അറിവ് അല്ലാഹുവിന്റെ അടുക്കലാകും. വൈനസ്സിൽ വൈഫ, മഴ വർഷിപ്പിക്കുന്നത്, അത് ഒരാൾക്കും അത് പറയുക സാധ്യമല്ല. അതെത്ര പെയ്യും, എത്രയുണ്ട്? നമ്മൾ പെയ്തതിന് ശേഷമാണ് ഇത്ര സെന്റിമീറ്റർ മഴ പെയ്തു എന്ന് പറയുന്നത്.
പലപ്പോഴും പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. കാലാവസ്ഥ നിരീക്ഷകരെ പോലും നോക്കുകുത്തിയായി കൊക്കിക്കൊണ്ടാണ് പലതും ഇവിടെ നമ്മുടെ നാട്ടിൽ ഓക്കി ചുഴലിക്കാറ്റ്. ആര് മുന്നറിയിപ്പ് നൽകി? ആർക്ക് മുന്നറിയിപ്പ് നൽകാൻ കഴിഞ്ഞു? ആരും കടലിൽ പോകരുത്, മീൻ പിടിക്കരുത് എന്നൊക്കെ. എത്ര മത്സ്യത്തൊഴിലാളികൾ ഇന്നും എത്രയോ ആളുകളുടെ ബോഡി കടലിൽ പോയവർ തിരിച്ചു വരാത്ത എത്രയോ ആളുകൾ, അവിടെ ഓക്കി ചുഴലിക്കാറ്റിൽ മരിച്ച ആളുകൾ. അപ്പം ഇതൊക്കെ എന്താണ്? നമ്മുടെ കയ്യിലല്ല ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ സംബന്ധിച്ച് പറയുന്ന ഒരായത്തിലൂടെ ചോദിക്കുകയാണ്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കുന്നല്ലോ അല്ലേ? നമ്മളൊക്കെ ദിവസവും വെള്ളം കുടിക്കുന്നു. ചോദിക്കുന്നു അല്ലാഹു, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ അത് തുള്ളിയിൽ നിന്ന് ഇറക്കിയത്? ആ മേഘക്കൂമ്പാരങ്ങളിൽ നിന്ന് നിങ്ങളാണോ അതിനെ താഴെ ഇറക്കിയത്? അതോ എന്താണ്, നാമാണോ? അം നഹ്നുൽ മുൻസിലൂൻ, നാമാണോ അത് ഇറക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ ഈ മഴയും അതുപോലുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണു തുറന്ന് കാണുവാൻ, ചിന്തിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിരന്തരം ആവശ്യപ്പെടുകയാണ്. നമ്മൾ എന്താണ് മാറിപ്പോകുന്നത്? എന്താണ് തിരിഞ്ഞു കളയുന്നത്? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നേർക്കുനേരെ കണ്ടിട്ട് എന്റെ അതിലേക്ക് മടങ്ങാത്തത്, കണ്ണ് മടങ്ങാത്തത് എന്താണ്? കേട്ട് മനസ്സിലാക്കാത്തത്? എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഖുർആനിലൂടെ, പരിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുന്നത്? എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? നമ്മൾ കേവലമായ ഒരു സാധാരണയായ ഒരു സൃഷ്ടിയല്ല മനുഷ്യൻ എന്ന് പറയുന്നത്, മറിച്ച് അല്ലാഹുവിന്റെ പ്രത്യേകമായ ഇവിടെയുള്ള കോടിക്കണക്കായ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതമായ രൂപത്തിലാണ് അല്ലാഹു ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും ഉന്നതമായ ഘടനയോട് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാനുള്ള അധികാരം, ശക്തി, പവർ ഒക്കെ അല്ലാഹു മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. ഇത് കൊണ്ടുപോകാനുള്ള, ചലിപ്പിക്കാനുള്ള എല്ലാ അധികാരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അറിവിലൂടെ, അതുകൊണ്ട് മനുഷ്യന്റെ അറിവുകൾ ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിയാനുള്ള കഴിവാണ്. മറ്റാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അനുഗ്രഹം നൽകിയിട്ടില്ല, അറിവ് നേടാനുള്ള കഴിവ് എന്ന് പറഞ്ഞു. മലക്കുകൾ പോലും തോറ്റുപോയ രംഗമാണത്. അറിവിന്റെ വിഷയത്തിൽ മനുഷ്യനെ മുൻകടക്കാൻ അല്ലാഹുവിന്റെ ഉന്നതമായ സൃഷ്ടികളായ മലക്കുകൾക്ക് പോലും സാധ്യമായിട്ടില്ല എന്നുള്ളത്. അപ്പൊ ആ അറിവ് നമ്മൾ പഠിക്കാനും മനസ്സിലാക്കുവാനും നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തമായിട്ട് പറയുന്നു, വമിൻ ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് യുരീകുമുൽ ബർഖ ഖൗഫൻ വ തമഅ, ഭയവും ആശയും ഉളവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ ഈ ബർഖിനെ, ഇടിമിന്നലിനെ നിങ്ങൾക്ക് നാം കാണിച്ചു തരുന്നത് അവന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. നമ്മളിങ്ങനെ മിന്നല് ഇടി അങ്ങനെ പോവുകയല്ലേ. ആ ഒരു പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നടക്കുന്ന പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ പ്രവർത്തനം നിങ്ങൾക്ക് ഭയവും ആശയും ഉളവാക്കുന്ന ആ പ്രവർത്തനം, അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അവന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. എന്നിട്ട് പിന്നീട് അള്ളാഹു പറഞ്ഞ മഴയെ കുറിച്ച്, എന്നിട്ട് അവൻ ആകാശത്ത് നിന്ന് മഴ ചൊരിഞ്ഞു തരുന്നു, ഭൂമിയുടെ മരണത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ഭൂമി, മഴയില്ലാതെ വിഷമിച്ചു കിടന്ന പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിച്ചപ്പോൾ ഇതാ
അള്ളാഹു ആ ഭൂമിയെ ജീവൻ നൽകി സജീവമാക്കുന്നു, വൃക്ഷങ്ങൾ ഉണരുന്നു, ഭൂമി സജീവമാകുന്നു, കൃഷിക്കാർ സജീവരാകുന്നു. എല്ലാം എന്താണ് കൃഷി എന്നൊക്കെ നമ്മൾ ഭക്ഷിക്കാനുള്ളത്. ഇതൊന്നും ഇല്ലെങ്കിൽ എല്ലാം മുടങ്ങും, ഭക്ഷിക്കലും ഒന്നും നടക്കുകയില്ല. അള്ളാഹ് ചോദിക്കുകയാണ്, മനുഷ്യൻ അവന്റെ ആഹാരത്തെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടുണ്ടോ, നോക്കിയിട്ടുണ്ടോ? എന്താണ് ഈ വെള്ളം എന്ന് പറയുന്ന അത് നൽകിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഭക്ഷിപ്പിക്കുന്നത്. അതിലൂടെയാണ് കൃഷി ഉണ്ടാകുന്നത്, ധാന്യങ്ങൾ മുളക്കുന്നത്, കായ്കനികൾ ഉണ്ടാകുന്നതെല്ലാം ഈ വെള്ളത്താലാണ്, മഴയിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് കല്യാണം മുടങ്ങി, കല്യാണത്തിന് മഴ പെയ്തു എന്ന് പറഞ്ഞ് മഴയെ ശപിക്കാൻ നിൽക്കണ്ട. അത് പ്രപഞ്ച സൃഷ്ടാവിന്റെ ഒരു നിയമവ്യവസ്ഥക്ക് ഉള്ള കാര്യമാണ്. ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് അല്ല മഴ പെയ്യുന്നത്, മറിച്ച് എല്ലാവരെയും കണക്കാക്കി എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പോൾ ആ മഴ അത് അനുഗ്രഹമായി കാണാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും നമുക്കെല്ലാം സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹി ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. വിശ്വാസികൾ അത് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസം തകർന്നു പോകുന്ന ചില സംഗതികൾ വരെ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഒരുപക്ഷെ അത് മതിയാകും നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാനും നാം നരകത്തിൽ എത്തിച്ചേരാനും, അത്രയും നാൾ ചെയ്ത മുഴുവൻ അമലുകളും പാഴായി നഷ്ടപ്പെട്ടു പോകാനും ഒക്കെ കാരണം ഈ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളത് കൃത്യമായി മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്ക് വലിയ അബദ്ധങ്ങൾ സംഭവിച്ചു പോകും, നഷ്ടക്കാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. ചില ആളുകളൊക്കെ ഈ കുത്തുബിയ്യത്തിലൊക്കെ മഴ വർഷിപ്പിക്കുന്നത് മുഹീദ്ദീൻ ഷേഖാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മഴ വർഷിപ്പിക്കുന്നത് മുഹീദ്ദീൻ ഷേഖ് എപ്പോഴാണ് ജനിച്ചത്? എപ്പോഴാണ്? ഈ അടുത്ത സമയത്തല്ലേ മുഹീദ്ദീൻ ഷേഖ് ബഗ്ദാദിൽ മുഹീദ്ദീൻ ഷേഖ് ജനിച്ചത്. അതിനു മുമ്പേ നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ വലിയ മഴ പെയ്ത സംഭവം ഇല്ലേ? പ്രളയം, ജലപ്രളയം ഉണ്ടായ സംഭവമൊക്കെ ഖുർആനിൽ കാണാം. അതിനും എത്രയോ ഇപ്പുറത്താണ് മുഹീദ്ദീൻ ഷേഖ് ജനിക്കുന്നത്. എന്നിട്ട് ഈ മഴ വർഷിപ്പിക്കുന്നത് മുഹീദ്ദീൻ ഷേഖാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം വിശ്വാസങ്ങളിലേക്ക് ഈ പാമര ജനങ്ങൾ വീണു പോകാൻ പാടില്ല. അത് ഈ കുത്തുബിയ്യത്ത് എന്ന് പറഞ്ഞ് പുണ്യത്തിന് വേണ്ടി ചൊല്ലുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. പക്ഷേ അതിന്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ട് വലിയ അപകടത്തിലേക്കാണ് ചെന്ന് വീഴുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയയിൽ വെച്ച് രാത്രി മഴ പെയ്തു. അങ്ങനെ രാത്രി മഴ പെയ്തു. സുബഹി നമസ്കാരം സമയത്ത് അത് കഴിഞ്ഞ് നബി തിരിഞ്ഞിരുന്നു, ആളുകളിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് നബി പറയുകയാണ്, ഹൽ തദൂറൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അപ്പോൾ അവർ പറഞ്ഞു, ഖാലു അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹും റസൂലിനും അറിയാം എന്താണെന്ന്. അപ്പോൾ നബി പറഞ്ഞു കൊടുക്കുകയാണ്, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വ കാഫിർ. ചില ആളുകൾ, അടിയാന്മാർ, ചില അള്ളാഹുവിന്റെ ദാസന്മാർ, അവർ നേരം പുലരുമ്പോൾ ചിലർ വിശ്വാസികളായിട്ടുണ്ട്, ചിലർ കാഫിറുമായിട്ടുണ്ട്, അവിശ്വാസികളുമായി. എന്താണ് കാരണം? ആരെങ്കിലും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട്, അവന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് മഴ ലഭിച്ചു എന്ന് പറഞ്ഞാൽ അവൻ വിശ്വാസിയായി. വകാഫിറും ബിൽ കൗകബ്, നക്ഷത്രത്തിൽ അവൻ അവിശ്വസിച്ചു, അള്ളാഹുൽ അവൻ വിശ്വസിച്ചു, അവൻ യഥാർത്ഥ മുഅ്മിനായി. എന്നാൽ ചില ആളുകൾ
പറയുകയാണ് ചില ആളുകൾ പറയുകയാണ്, ഞങ്ങൾക്ക് നക്ഷത്രം, ഇന്ന നക്ഷത്രം കാരണത്താൽ ഞങ്ങൾക്ക് മഴ കിട്ടി. ഉണ്ടോ അങ്ങനെയുള്ള വിശ്വാസം? നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഇത് മാസം കർക്കിടകമല്ലേ, അത് ആര് വിശ്വാസമാ? അതൊരു വിശ്വാസമാണ്. കർക്കിടമായതുകൊണ്ടാണ് നമുക്ക് വല്ല അള്ളാഹു നമുക്കൊന്ന് നിശ്ചയിച്ചതാണത്. കർക്കിടകമായതുകൊണ്ടല്ലേ, അതായതുകൊണ്ടല്ല മഴ തരുന്നത്. നമ്മളെ പഴയ ആളുകൾ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ആയി മാറിയതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിശ്വാസങ്ങളിലേക്ക് പെട്ടുപോയാൽ ഈ പറഞ്ഞതുപോലെ ചില ആളുകൾ അവിശ്വാസികളായി. അള്ളാഹുവിനെ അവൻ അവിശ്വസിച്ചു, നക്ഷത്രത്തിൽ അവൻ വിശ്വസിച്ചു എന്ന് പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഈ മഴക്കാലഘട്ടത്തിൽ നമ്മളൊക്കെ അറിയാതെ ഇതേതാണ് കർക്കിടകം എത്രയാ ചിലർ ചോദിക്കുന്നതാണ്, കർക്കിടകം പിന്നെ എത്രയാണ്. അതുകൊണ്ടാണാവും. അതേപോലെ വെളുത്ത വാവ്, കറുത്ത വാവ്, അങ്ങനെ ഒന്നുമല്ല അള്ളാഹ് നിശ്ചയിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നു. നമ്മളുടെ ചില കാൽക്കുലേഷനുകളാണത്. അങ്ങനെ പണ്ട് മുതലേ വരുന്ന ഒരു രീതി, അതിങ്ങനെ മലയാള മാസത്തിലേക്ക് ബന്ധപ്പെടുത്തി അങ്ങനെ പോകുന്നതാണ്. പക്ഷേ കർക്കിടകമല്ല മഴ പെയ്യിപ്പിക്കുന്നത് എന്നുള്ള ശരിയായ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു മരിക്കാനും സ്വർഗം നേടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല മഴ നൽകി, അനുഗ്രഹീതമായ നാഫിയായ മഴ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ഈ നാടിനെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സകലമാന പരീക്ഷണങ്ങളിൽ നിന്നും, മഴക്കെടുതിയിൽ നിന്നും, രൂക്ഷമായ മഴയിൽ നിന്നുമെല്ലാം അല്ലാഹു